ഇപ്പൊ അയോധ്യ ക്ഷേത്രത്തില് ഫണ്ട് തട്ടിപ്പ് മാത്രമല്ല ബന്ധു നിയമനവും നടക്കുന്നുണ്ടെന്ന തരത്തിലുള്ള ന്യൂസുകളൊക്കെ വരുന്നുണ്ട്. അപ്പൊ അതിനെക്കുറിച്ച് എന്താണ് പറയാനായിട്ട്? തീർച്ചയായും അയോധ്യ BJP സംബന്ധിച്ചിടത്തോളം അവരുടെ എക്കാലത്തെയും ഒരു കറവ് പശുവായിരുന്നു എന്ന കാര്യത്തിൽ ഒരു തർക്കവുമില്ല. 992 ഡിസംബർ മാസം 6-നാണ് ബാബറി മസ്ജിദ് തകർക്കപ്പെടുന്നത്. ആ ബാബറി മസ്ജിദ് തകർച്ചയുമായി ബന്ധപ്പെട്ടൊക്കെ രാജ്യത്ത് വിവിധ രാഷ്ട്രീയ കോളിളക്കം ഉണ്ടായ ഒരു സംഭവമാണ്. ഒരു ഭാഗത്ത് രാജ്യത്തെ ജനാധിപത്യ മതേതര പ്രസ്ഥാനങ്ങളൊക്കെ പറയുന്നത് രാജ്യത്തെ 22 കോടിയോളം വരുന്ന മുസൽമാന്മാരുടെ ആരാധനാലയമായിരുന്ന ബാബറി മസ്ജിദ്, ഇന്ത്യൻ ജനാധിപത്യത്തിന്റെയും മതേതരത്വത്തിന്റെയും അഭിമാന സ്തംഭമായിരുന്ന ബാബറി മസ്ജിദിന്റെ തകർച്ചയും അതിനുശേഷം ഉണ്ടായിരുന്ന സുപ്രീം കോടതി വിധിയും, ആ സുപ്രീം കോടതി വിധിയുടെ ചുവട് പിടിച്ചാണ് അവിടെ ആ തർക്കഭൂമി രാമക്ഷേത്രം നിർമ്മിക്കാനായി വിട്ടുകൊടുക്കുന്നത്. അവിടെ പിന്നീട് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉൾപ്പെടെയുള്ളവർ പങ്കെടുത്ത പ്രാണപ്രതിഷ്ഠയോടുകൂടിയാണ് അയോധ്യ രാമക്ഷേത്രം പൊതുജനങ്ങൾക്കായി തുറന്നു കൊടുത്തത്. എന്നാൽ അതിനുശേഷം ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് ഭക്തജനങ്ങളെ സംബന്ധിച്ചിടത്തോളം, രാമഭക്തരെ സംബന്ധിച്ചിടത്തോളം ഏറെ ഞെട്ടലുളവാക്കുന്ന ഒരു വാർത്തയാണ്. അതായത് രാമക്ഷേത്രത്തിൽ സംഭാവനയായി ലഭിച്ച, കാണിക്കയായി ലഭിച്ച 600 കിലോ വരുന്ന വെള്ളി ഇഷ്ടിക മോഷണം പോയൊരു വാർത്ത കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം പുറത്തു വന്നിരുന്നു. പ്രത്യേകിച്ച് ഈ അയോധ്യ സ്ഥിതി ചെയ്യുന്നത് ഉത്തർപ്രദേശിലാണ്. ഉത്തർപ്രദേശ് ഭരിക്കുന്നത് BJP ആണ്. BJP ഭരിക്കുന്ന ഒരു സംസ്ഥാനത്ത് ശ്രീരാമന്റെ പേര് പറഞ്ഞ് BJP വലിയ രാഷ്ട്രീയ നേട്ടം കൊയ്തുകൊണ്ടിരിക്കുന്ന ഒരു സംസ്ഥാനത്ത് ആണ് ഭക്തർ കാണിക്കയായി നൽകിയ ഈ 600 കിലോ വരുന്ന വെള്ളി ഇഷ്ടിക മോഷണം നടത്തി കൊണ്ടുപോയതെന്ന് പറയുന്നു. അതിനോടൊപ്പം തന്നെ ഇതുമായി ബന്ധപ്പെട്ട് മറ്റൊരു കാര്യം കൂടി പുറത്തു വന്നിരിക്കുന്നത്, ക്ഷേത്രത്തിൽ ബന്ധു നിയമനം അടക്കം നടത്തിയിട്ടുണ്ടെന്ന്. ഇത് കണ്ടെത്തിയിരിക്കുന്നത് യോഗി ആദിത്യനാഥ്, ഉത്തർപ്രദേശ് മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ് നിയമിച്ച പ്രത്യേക അന്വേഷണ സംഘം ആണ് ഇത് കണ്ടെത്തിയിരിക്കുന്നത്. വിദേശ സന്ദർശനം കഴിഞ്ഞ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി രാജ്യത്ത് മടങ്ങിയെത്തിയ ഉടൻ തന്നെ ക്ഷേത്ര ട്രസ്റ്റ് പുനഃസംഘടന തുടങ്ങുമെന്ന റിപ്പോർട്ടുകൾ കൂടി ഇപ്പോൾ പുറത്തു വന്നിട്ടുണ്ട്. അതോടൊപ്പം തന്നെ RSSും ആഭ്യന്തര അന്വേഷണത്തിന് തീരുമാനമെടുത്തിട്ടുണ്ട്. RSS തലവൻ മോഹൻ ഭാഗവതിന്റെ നിർദ്ദേശപ്രകാരം ഉത്തർപ്രദേശ് മേഖലാ പ്രചാരക് അന്വേഷണത്തിനായി അയോധ്യയിൽ എത്തിയിട്ടുണ്ട്. അയോധ്യ ക്ഷേത്ര കൊള്ളയിൽ ക്ഷേത്രം ട്രസ്റ്റ് ജനറൽ സെക്രട്ടറി ചമ്പത് റായിയോട് ജൂലൈ 11 ട്രസ്റ്റ് യോഗത്തിൽ നടന്ന കാര്യങ്ങൾ വിശദീകരിക്കാൻ നിർദ്ദേശം നൽകുകയും ചെയ്തിട്ടുണ്ട്. ചമ്പത് റായിയെ ദില്ലിയിലേക്ക് വിളിപ്പിച്ച് ചോദ്യം ചെയ്തിട്ടുണ്ട് എന്നൊരു വാർത്ത കൂടി പുറത്തു വരുന്നുണ്ട്. അതോടൊപ്പം തന്നെ രാമക്ഷേത്ര നിർമ്മാണത്തിനായി ലഭിച്ച സംഭാവനകളിലടക്കം, ഈ വെള്ളി ഇഷ്ടികയ്ക്ക് പുറമെ സംഭാവനകളിൽ അടക്കം സാമ്പത്തിക ക്രമക്കേടുകൾ നടന്നിട്ടുണ്ടോ എന്നൊരു സംശയം പലരും ഉന്നയിക്കുന്നുണ്ട്. ഇതുമായി ബന്ധപ്പെട്ട പോലീസ് നിർണായകമായ ഒരു നീക്കം നടത്തുന്നുണ്ട്. കേസിലെ 8 പ്രതികളുടെയും വീടുകളിൽ അയോധ്യ പോലീസ് ഒരേ സമയം റെയ്ഡ് നടത്തി. മജിസ്ട്രേറ്റുമാരുടെ സാന്നിധ്യത്തിലാണ് അവിനാശ് ശുക്ല, ലവ്കുഷ് മിശ്ര, രാമശങ്കർ യാദവ് എന്നിവർ ഉൾപ്പെടെ, ഇവരാണ് പ്രധാന പ്രതികൾ ഉൾപ്പെടെയുള്ളവരുടെ വീടുകളിൽ പരിശോധന നടന്നത്. ക്രമക്കേട് ആരോപിക്കപ്പെട്ട അല്ലെങ്കിൽ ക്രമക്കേടിൽ പ്രതി ചേർത്ത ആളുകൾ ഇപ്പോൾ ജുഡീഷ്യൽ കസ്റ്റഡിയിലാണുള്ളത്. അതേ സമയം തന്നെ ക്ഷേത്രത്തിൽ ബന്ധു നിയമനം നടത്തിയെന്നാണ് ഈ സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം, അതായത് ഉത്തർപ്രദേശ് സർക്കാർ നിയമിച്ച പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ കണ്ടെത്തൽ ഉണ്ടായിരിക്കുന്നത്. ക്ഷേത്രക്കൊള്ളയിൽ കേസെടുക്കാൻ വൈകിയെന്ന വിമർശനം ഉയർന്നിട്ടുണ്ട്. ഇത് പോലീസിനെയും യോഗി ആദിത്യനാഥിനെ സംബന്ധിച്ചിടത്തോളം വലിയ തിരിച്ചടിയാണ്. കാരണം ഉത്തർപ്രദേശിൽ അടുത്ത വർഷം നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കാൻ പോവുകയാണ്. ഉത്തർപ്രദേശ് ഇന്ത്യയുടെ ഹൃദയ ഭൂമിയാണ്, ഹിന്ദി ഹൃദയ ഭൂമിയാണ്. അവിടെ 408 നിയമസഭാ സീറ്റുകളാണുള്ളത്. ഈ സീറ്റുകളിൽ ഏറ്റവും കൂടുതൽ സീറ്റുകൾ വിജയിക്കേണ്ടത് BJPയുടെ ഒരു ഉത്തരവാദിത്തമാണ്, അല്ലെങ്കിൽ BJPയുടെ ഒരു അഭിമാന പ്രശ്നമാണ്. ഉത്തർപ്രദേശിനെ സംബന്ധിച്ചിടത്തോളം യോഗി ആദിത്യനാഥ് സർക്കാരിനെതിരെ വലിയ ജനവിരുദ്ധ വികാരമുണ്ട്. ഇതിനെ മറികടക്കാൻ ഒരു ഭാഗത്ത് സമാജ്വാദി പാർട്ടിയും കോൺഗ്രസും കൈകോർത്ത് ഒരു മനസ്സോടുകൂടി ഒറ്റക്കെട്ടായി പ്രവർത്തിച്ചാൽ ഉത്തർപ്രദേശിലെ ഭരണം നഷ്ടപ്പെടുമോ എന്നൊരു ഭയം BJPക്കുണ്ട്. അതിന് ആക്കം കൂട്ടുന്ന തരത്തിലാണ് അയോധ്യയുമായി ബന്ധപ്പെട്ട ക്രമക്കേടുകളുടെ വാർത്ത പുറത്തു വരുന്നത്. അയോധ്യയുമായി ബന്ധപ്പെട്ടല്ല, മധുര ക്ഷേത്രവുമായി ബന്ധപ്പെട്ടും ക്രമക്കേടുകളുടെ വാർത്തകൾ പുറത്തു വന്നിട്ടുണ്ട്. എന്തായാലും യോഗി ആദിത്യനാഥും ഉത്തർപ്രദേശ് BJP നേതൃത്വവും വലിയ പ്രതിസന്ധിയിലാണുള്ളത്. കാരണം ഭക്തരോട് എന്തു പറയും? രാമഭക്തർ രാമക്ഷേത്രം നിർമ്മിച്ചതിന്റെ പേരിൽ, അല്ലെങ്കിൽ രാമക്ഷേത്ര നിർമ്മാണം, ഞങ്ങൾ അധികാരത്തിൽ വന്നാൽ മാത്രമേ രാമക്ഷേത്ര നിർമ്മാണം ഉണ്ടാകൂ, ഞങ്ങൾ അധികാരത്തിൽ വന്നില്ലെങ്കിൽ അയോധ്യയിൽ രാമക്ഷേത്രം ഉയരില്ല എന്ന് കാലാകാലങ്ങളായി BJP പറഞ്ഞതിന്റെ പേരിൽ മാത്രം അവിടെ BJPക്കാരല്ലാത്ത ആളുകൾ വരെ BJPക്ക് വോട്ട് ചെയ്തിട്ടുണ്ട്. രാമഭക്തരായ ആളുകൾ BJPക്ക് വോട്ട് ചെയ്തിട്ടുണ്ട്. അത്തരത്തിൽ രാമക്ഷേത്രത്തിന്റെ പേര് പറഞ്ഞ് അധികാരം നേടിയ ആളുകൾ തന്നെ രാമക്ഷേത്രത്തിൽ ശ്രീരാമക്ഷേത്രത്തിൽ കാണിക്കയായി ലഭിച്ച വെള്ളി ഇഷ്ടികയടക്കം മോഷണം നടത്തി കൊണ്ടുപോയി വിറ്റു എന്ന് പറയുമ്പോൾ അതീവ ഗൗരവമുള്ള കാര്യമാണ്. അതോടൊപ്പം തന്നെ ഈ കേസിൽ അറസ്റ്റിലായ അവിനാശ് ശുക്ലയുടെ വസതിയിൽ ജൂൺ 5 റെയ്ഡ് നടത്തിയതിന്റെയും ഒരു ബാഗ് അടക്കം ഉദ്യോഗസ്ഥർ കൊണ്ടുപോകുന്നതിന്റെയും CCTV ദൃശ്യങ്ങൾ ഇതിനകം പുറത്തു വന്നിട്ടുണ്ട്. അയോധ്യ രാമക്ഷേത്രത്തിലെ സംഭാവന തട്ടിപ്പിൽ ഇതുവരെ 8 പേരാണ് അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. ഈ 8 പേരിൽ നിന്നും കൂടുതൽ വിവരങ്ങൾ ലഭ്യമാകുമെന്നാണ് പോലീസിന്റെ ഒരു പ്രതീക്ഷ. അയോധ്യക്കപ്പുറം
മധുര ശ്രീകൃഷ്ണ സ്വാമി ക്ഷേത്രത്തിൽ കൂടിയുണ്ടായ ഈ കൊള്ളയുമായി ബന്ധപ്പെട്ടും സർക്കാർ വലിയ പ്രതിരോധത്തിലാണ് ഉള്ളത്. സമാജ്വാദി പാർട്ടി നിശ്ചിതമായ വിമർശനം, രൂക്ഷമായ ഭാഷയിലാണ് അഖിലേഷ് യാദവ് യോഗി ആദിത്യനാഥിനെ വിമർശിച്ചുകൊണ്ടേയിരിക്കുന്നത്. യോഗി ആദിത്യനാഥിന്റെ നേതൃത്വത്തിലാണ് ഈ കൊള്ള നടന്നത് എന്ന തരത്തിലാണ് കോൺഗ്രസിന്റെയും സമാജ്വാദി പാർട്ടിയുടെയും ഒരു വിമർശനം ഉയരുന്നത്. BJPയെ സംബന്ധിച്ചിടത്തോളം ഇത് ഭൂഷണമായ കാര്യമല്ല, സംഘപരിവാറിനെ സംബന്ധിച്ചിടത്തോളം ഇത് ഭൂഷണമായ കാര്യമല്ല. കാരണം BJP ഏറ്റവും കൂടുതൽ രാജ്യത്ത് ഉച്ചരിച്ചൊരു വാക്കാണ് ശ്രീരാമനും രാമക്ഷേത്രവും. ആ BJP കാലാകാലങ്ങളായി 92 ഡിസംബർ 6 ബാബറി മസ്ജിദ് തകർന്നതിന് ശേഷമുള്ള എല്ലാ തെരഞ്ഞെടുപ്പുകളിലും, അത് ലോക്സഭാ തെരഞ്ഞെടുപ്പായാലും ശരി, ഹിന്ദി ഹൃദയഭൂമിയിൽ ഉത്തർപ്രദേശിലും മധ്യപ്രദേശിലും രാജസ്ഥാനിലും അടക്കം ഗുജറാത്തിലും അടക്കം നടക്കുന്ന തെരഞ്ഞെടുപ്പിൽ ശ്രീരാമനെ വലിയ രാഷ്ട്രീയ ആയുധമായി ഉപയോഗിക്കാറുണ്ട്. ആ ശ്രീരാമനെ വലിയ രാഷ്ട്രീയമായി ഉപയോഗിച്ച് ഹിന്ദു സമുദായത്തിന്റെ, അതായത് ബ്രാഹ്മണ സമുദായത്തിന്റെ, ഒരു കാലത്ത് BJPക്ക് ലഭിക്കാതിരുന്ന ബ്രാഹ്മണ സമുദായത്തിന്റെ OBC വിഭാഗത്തിന്റെ അടക്കം വോട്ടുകൾ, പരമ്പരാഗതമായി BJPക്ക് കിട്ടാതിരുന്ന വോട്ടുകൾ BJPയുടെ പെട്ടിയിലേക്ക് എത്തിക്കാനും ആ ബ്രാഹ്മണ വോട്ടുകൾ അരക്കിട്ട് ഉറപ്പിച്ചു നിർത്താനും BJPയെ ഒരു പരിധിവരെ സഹായിച്ചത് ഈ ബാബറി മസ്ജിദ് പ്രശ്നവും അയോധ്യ ക്ഷേത്രവുമായി ബന്ധപ്പെട്ട വിവാദങ്ങളുമാണ്. അതേ ക്ഷേത്രത്തിൽ കൊള്ള നടത്തിയിട്ടുണ്ട് എന്നൊരു വാർത്ത പുറത്തു വരുമ്പോൾ ഈ BJPക്ക് ലഭിച്ച വോട്ടുകൾ തിരിച്ച് സമാജ്വാദി പാർട്ടിയുടെയും ഉത്തർപ്രദേശിനകത്ത് കോൺഗ്രസിന്റെയും പെട്ടിയിലേക്ക് പോകുമോ എന്നൊരു ഭയമാണ് BJP നേതൃത്വത്തിലുള്ളത്. പ്രത്യേകിച്ച് യോഗി ആദിത്യനാഥ് സർക്കാരുമായി ബന്ധപ്പെട്ട് വലിയ രാഷ്ട്രീയ വിവാദം ഉത്തർപ്രദേശിൽ അലയടിക്കുന്നുണ്ട്. BJPക്കകത്ത് വലിയ പടലപ്പണക്കങ്ങളുണ്ട്, ആഭ്യന്തര പ്രശ്നങ്ങളുണ്ട്. ഇതിനെയെല്ലാം മറികടക്കണമെങ്കിൽ ഈ അയോധ്യയിലെ രാമക്ഷേത്രവുമായി ബന്ധപ്പെട്ട കൊള്ളയിലെ വിശദാംശങ്ങൾ പുറത്തു വരണം. ആ വിശദാംശങ്ങൾ പുറത്തു വരുമ്പോൾ ആരെല്ലാം പ്രതികളാകുമെന്നൊരു ഭയം BJP നേതൃത്വത്തിനുണ്ട്. എന്തായാലും സംഘപരിവാർ ഈ ട്രസ്റ്റിലടക്കം പിടിമുറുക്കുമ്പോൾ ഇനി ഇത്തരത്തിൽ ഒരു കളവും മോഷണവും രാമക്ഷേത്രത്തിൽ ഉണ്ടാകരുത് എന്ന ഉത്തമമായ അല്ലെങ്കിൽ കൃത്യമായ ഒരു ബോധ്യം BJPക്കുണ്ട്. ആ ബോധ്യത്തിന്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് BJP രാഷ്ട്രീയമായി മുന്നോട്ട് പോകുന്നത്. എന്തായാലും നരേന്ദ്രമോദി ഗൾഫ് പര്യടനം, വിദേശ പര്യടനം പൂർത്തീകരിച്ച് രാജ്യത്ത് തിരിച്ചെത്തുമ്പോൾ ഈ ക്ഷേത്രം ട്രസ്റ്റ് പുനഃസംഘടിപ്പിക്കാനുള്ള ഒരു നീക്കം അദ്ദേഹത്തിന്റെ ഭാഗത്തുനിന്നുണ്ടാകും. അതോടൊപ്പം തന്നെ രാമക്ഷേത്രവുമായി ബന്ധപ്പെട്ട് ഉയർന്ന വിവാദത്തിനെല്ലാം യോഗി ആദിത്യനാഥ് മറുപടി പറയേണ്ടി വരുമെന്ന കാര്യത്തിൽ തർക്കമില്ല. കാരണം ഉത്തർപ്രദേശ് നിയമസഭാ തെരഞ്ഞെടുപ്പിനകത്ത് സമാജ്വാദി പാർട്ടിയും കോൺഗ്രസും ഇത് വലിയ രാഷ്ട്രീയ ആയുധമാക്കി കൊണ്ടുവരും. ഒരു കാലത്ത് കോൺഗ്രസിനോടൊപ്പം ഉണ്ടായിരുന്ന OBC വോട്ടുകൾ, ബ്രാഹ്മണ വോട്ടുകൾ കോൺഗ്രസിനെ തിരികെ കൊണ്ടുവരാൻ ഏറ്റവും നല്ല ആയുധമാണ് ഈ രാമക്ഷേത്ര വിവാദം എന്ന് കോൺഗ്രസിന് അറിയാം. അതുകൊണ്ട് തന്നെ ഇത് കോൺഗ്രസും സമാജ്വാദി പാർട്ടിയും രാഷ്ട്രീയ ആയുധമാക്കുമ്പോൾ ഇതിന് മറുപടി പറയാൻ എന്തായാലും BJP തയ്യാറായേ മതിയാകൂ. യോഗി ആദിത്യനാഥ് വലിയൊരു പെടലാണ് പെട്ടിരിക്കുന്നത്. സംഘപരിവാർ കൂടി ഈ വിഷയത്തിൽ മറുപടി പറയേണ്ട ബാധ്യത ഇപ്പോൾ ഉണ്ട് എന്നതാണ് ഒരു യാഥാർത്ഥ്യം.